കാസയെ കുറിച്ച് ഞാൻ പലപ്പോഴായി പറയാറുണ്ട്. കേരളത്തില് വളരെ മനഃപൂർവ്വം കാസയുടെ പ്രവർത്തനങ്ങളെ മറച്ചുവെക്കാൻ ശ്രമിക്കുന്ന ചിലരുണ്ട്, ഭരണകൂടമടക്കം. എത്ര മൃഗീയമായിട്ടാണ് ഈ കാസ ഇവിടെ മതവിദ്വേഷം പ്രചരിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സോഷ്യൽ മീഡിയയില്, അല്ലാത്ത ഇടങ്ങളില്, വെറുപ്പല്ലാതെ വിദ്വേഷമല്ലാതെ. ഞാൻ പറയുന്നു, എതിർക്കേണ്ടത് ആരാണ്? ഈ രാജ്യത്തിലെ രാഷ്ട്രീയ പാർട്ടികളാണ്, ഈ രാജ്യത്തിലെ മതപൗരോഹിത്യവുമാണ്. ആ ബാധ്യത എല്ലാവർക്കുമുണ്ട്. SDPI വന്നപ്പോ, രാജ്യത്ത് തീവ്രവാദം വന്നപ്പോ എന്തു സമീപനമാണ് ഞങ്ങളൊക്കെ എടുത്തത്? ഈ വേദികൾ എങ്ങനെയാണ് ഞങ്ങൾ ഉപയോഗിച്ചത്? അത് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ മാത്രം ബാധ്യത കൊണ്ടല്ല, രാഷ്ട്രം എന്ന നിലക്ക് ഞങ്ങൾ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വത്തിന്റെ കൂടെ ഭാഗമാണ്. കുറെ കൂടെ കൂടുതൽ ഞങ്ങൾ പറഞ്ഞു. കാര്യം എന്ത്? ഇത് ഞങ്ങൾക്കകത്തു നിന്ന് വരാൻ ശ്രമിച്ചതാണ്. അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ പറഞ്ഞു. ഈ ബാധ്യത ഈ രാജ്യം എല്ലാവർക്കും ഇല്ലേ? കാസയെ പോലെ ഒരു വൃത്തികെട്ട വർഗീയ സംഘടന, മതവിദ്വേഷ സംഘടന രാജ്യത്ത് വരുമ്പോ അപകടമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞുവെങ്കിൽ നിങ്ങൾ കണ്ടോ? മാർപ്പാപ്പ മരിച്ചപ്പോ എല്ലാവർക്കും ആ മനുഷ്യനോട് വെറുപ്പില്ല, എല്ലാവർക്കും സ്നേഹം, മതത്തിനതീതമായ സ്നേഹം. കാരണം ലോകത്തിലെ മനുഷ്യരെ ഒരുപോലെ കാണാൻ അദ്ദേഹത്തിന്റെ വിശ്വാസം അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അതിനനുസരിച്ച് ജീവിച്ചു. ഒരു മതവും മറ്റൊരു മതത്തെ നിന്ദിക്കാനോ അപകടപ്പെടുത്താനോ ഉള്ളതല്ല. അതുകൊണ്ട് അതനുസരിച്ച് ജീവിച്ച മനുഷ്യനെ ലോകം ബഹുമാനിക്കുമ്പോ എന്താ ഈ കാസക്കാര് പറഞ്ഞതെന്നറിയോ? അയാള് തീർന്നു, മരണം അയാളെ വിശുദ്ധനാക്കില്ല. കാരണം അയാൾ ഫലസ്തീനിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു, ലോകത്തിന്റെ തെരുവിൽ പീഡിപ്പിക്കപ്പെടുന്നവർക്ക് വേണ്ടി സംസാരിച്ചു, ലോകത്തിന്റെ പിൻതെരുവിൽ മർദ്ദിതർക്ക് വേണ്ടി സംസാരിച്ചു. അതുകൊണ്ട് മാർപ്പാപ്പയെ ഞങ്ങൾ നിരാകരിക്കുകയാണെന്ന് പറയുന്ന കാസ എങ്ങനെയാണ് ക്രിസ്തുമത വിശ്വാസാവുക? എങ്ങനെയാണ് ഒരു മതത്തിന്റെ ഭാഗമാവുക? ആരാ ഇത് പറയേണ്ടത്? ഞങ്ങളാണോ? SDPI ആയപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, PDP വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാര്യം അത് ഞങ്ങൾ പറയേണ്ട രാഷ്ട്രീയമാണ്. എന്നാൽ കാസ എന്ന് പറയുന്ന RSSന്റെ കുട്ടി എന്ന് പറയാവുന്ന, RSSന്റെ വളർത്തുമകൻ എന്ന് പറയാവുന്ന, RSS പോറ്റുന്ന ഈ സംഘടന ഉണ്ടല്ലോ, അതിനെതിരെ കേരളത്തിന്റെ ജാഗ്രത വരേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇന്ന് വരെ, നിങ്ങൾ അറിയുമോ, സോഷ്യൽ മീഡിയയിൽ ഇവർ പരത്തുന്ന വിദ്വേഷത്തെ നിങ്ങൾ എത്ര കണ്ടതാണ്? ഒരു വാക്കുകൊണ്ട് പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒന്ന് നോവിച്ചിട്ട് പോലുമില്ല കാസയെ. അദ്ദേഹത്തിന് എങ്ങനെ പറയാനാവുക? മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ എങ്ങനെയാണ് സത്യസന്ധമായി കാസക്കെതിരെ പറയാനാവുക? ആർക്കെങ്കിലും എതിരെ പറയാനാവുക? ലീഗിനെ പറയാം, കോൺഗ്രസിനെ പറയാം. കാര്യം എന്ത്? ഞങ്ങളെ ആക്ഷേപിക്കാലോ, ഞങ്ങളുടെ കയ്യിൽ ആയുധവും ഞങ്ങളങ്ങനെ പ്രതികാരം ചെയ്യുന്നവരോ? ഞങ്ങൾ നിങ്ങൾക്കെതിരെ ആയുധം ഉപയോഗിക്കാൻ ഭരണകൂട ടൂളുകൾ